യൂട്യൂബിൽ ചാരിറ്റിക്ക് ആരെങ്കിലും പണിയെടുക്കേണ്ട കുട്ടിയെ അതിങ്ങനെ ഏത് നേരം പറയണോ ഞാൻ റൈസിന് വേണ്ടിയിട്ടാണ് ചോറിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് മട്ടൻ കുറുമയെന്ന് ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ വീഡിയോ ചെയ്യുന്ന ആരെ ചാരിറ്റിക്ക് ചെയ്യുന്ന അണ്ടർസ്റ്റുഡ് സാധനമല്ലേ? ഇതിങ്ങനെ പിന്നെയും റൈസ് ഇട്ടുന്ന ആൾക്കാർക്ക് കേട്ട് മടുത്തിട്ടുണ്ട്. ഒരാളിത് റൈസ് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മുഴുവനും ഇത് ആ ഒരു ഇത് വന്നു തുടങ്ങിയിരുന്നു. അത് അണ്ടർസ്റ്റുഡാണ്, റൈസിന് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരും ചാരിറ്റിക്ക് നമ്മുടെ ഒന്നും ചെയ്യുന്നില്ല. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താങ്കളുടെ ഹൃദയം താങ്കൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ ശരിയല്ലേ? ശരിയാണ്. നമസ്കാരം, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. വളരെ ക്വിക്കായിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് പോകാനുള്ള പരിപാടി. ഞാൻ 2 കാര്യമാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞത്, 2-3 കാര്യം കേട്ടോ. ഒന്ന്, അഭിരാമി സുരേഷൻ ബാലയുടെ അമൃത സുരേഷിൻ്റെ ഒരു വിഷയം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ആ വീഡിയോ ചെയ്തതിൽ ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. ഈ അഭിരാമി കുറച്ച് പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ലീഗൽ കേസിന് പോകാനായിട്ട് അവരുടെ ഫേസ്ബുക്കിൽ കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന്, അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, കാരണം ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കുക്കു എന്നോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഉണ്ടല്ലോ, ഈ അഭിരാമിയുടെയൊക്കെ ഫാമിലിയായിട്ട് വളരെ ആത്മബന്ധം പുലർത്തുന്ന, അവിടെ അവരുടെ തന്നെ ഒരു സ്വന്തം, ആ അമ്മയുടെ സ്വന്തം മകളായിട്ട്, അഭിരാമിയും അമൃതയല്ലാത്ത അവരുടെ തന്നെ കൂടപ്പുറപ്പായിട്ടുള്ള പോലെ ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടി ഉണ്ട്, കുക്കു എന്നോല പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. അവരൊരു കാര്യം യാഥാർത്ഥ്യം വന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് ചെറിയ പോർഷൻ മാത്രം എടുത്തിട്ടുള്ള ഏജൻറ്റിനെ ഞാനൊരു റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു. അതിനൊരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഞാൻ എടുത്ത് വായിച്ചിട്ട് വീണ്ടും അതിനൊരു മറുപടി തന്നിരുന്നു ഏജൻറ്റ്. പക്ഷേ ഏജൻറ്റിൻ്റെ കമൻറ്റിന് ഞാൻ ഈ മറുപടി തുടണ്ടാന്ന് വിചാരിച്ചാണ്. കാരണം ഞാനത് പരിപാടി കഴിഞ്ഞല്ലോ, ഇനി സംസാരിക്കാനുള്ള പറയാൻ കഴിഞ്ഞു. പിന്നെയും ഞാൻ പറഞ്ഞിട്ട് ബോറടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ക്ഷമിക്കുക എന്നോട്. ഞാൻ ഈ ഒരു സംഗതിയും കൂടി പറഞ്ഞിട്ട്, ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തും. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ? ഇപ്പം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഏജൻറ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഇട്ടതിന് കുക്ക് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ചെറിയ റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം, ആ ഒരൊറ്റ വിഷയം വളരെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോവാം. അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളതാക്കുന്നില്ല. വളരെ ക്വിക്കായിട്ട് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതിനായിരിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്ത 2ാമത്തെ വീഡിയോയുടെ അടിയിൽ ഏജൻറ്റ് ഇട്ട കമൻറ്റാണ്. നിനക്ക് രഹസ്യ ഏജൻസി എന്ന് പറയാമെങ്കിൽ നിന്നെ നീ എന്ന് എനിക്ക് വിളിക്കാം. സംഭവം ഒന്നുമില്ല. അവനെ നീ എന്ന് വിളിച്ചതിന് ഞാൻ നീ എന്ന് വിളിച്ച ആ ഒരു സംഗതി പറഞ്ഞോ, എന്ത് കോൺടെക്സ്റ്റിലാണ് പറഞ്ഞതെന്നുള്ള ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വീണ്ടും എടുത്ത് പറയാൻ വയ്യ കേട്ടോ. അപ്പോൾ അതിൽ രഹസ്യം, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ മലയാളമാണ് രഹസ്യ ഏജൻറ്റ്. ഇത് ഞാനല്ല പറഞ്ഞു. എനിക്കൊന്നും ആടലോടകം ടീമില്ലേ, മറ്റേ ആ ആം സൂപ്പർ ഹീറോ ടീമൊക്കെ ഉള്ള ഈ ആടലോടകം ടീം കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ഒക്കെ മുന്നത്തെ സീസണിൽ റോബിനൊക്കെ വിമർശിച്ച ആ സമയത്താണ് ഇവൻ്റെ പേര് രഹസ്യ ഏജൻറ്റ് എന്നാക്കിയിട്ട് അവരിട്ടത്. അതിനുശേഷം കുറേ ആൾക്കാർ രഹസ്യ ഏജൻറ്റ് പറഞ്ഞു. അപ്പോൾ ആ രഹസ്യ ഏജൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ഏജൻസി എന്ന് ഞാൻ അറിയാണ്ട് എൻ്റെ വായിലൊക്കെ വന്നു പോയിട്ടോ. അതിൽ വേറെ ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ അത് പറയണ്ട, ഇനിയിപ്പോൾ ഏജൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമാണോ? ഈ രഹസ്യ ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഇഷ്യൂ ആണോ? അതിലേറെ എന്തൊക്കെ പേരുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിടക്കുന്നുണ്ട്. ഈ പേരായത് ഈ ഏജൻസിയിൽ നിന്നത് ഭാഗ്യം. ഓക്കെ, നിനക്ക് രഹസ്യ ഏജൻസി എന്ന് പറയാമെങ്കിൽ നിന്നെ നീ എന്ന് എനിക്ക് വിളിക്കാം. അതിൽ ഇത്ര സങ്കടം വന്നോ? ഇല്ല, സങ്കടമല്ലട കുട്ടിയത്. സങ്കടത്തിൻ്റെ പ്രശ്നമല്ലത്. പക്ഷെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല. സങ്കടമല്ല, നീ സാധാരണ അങ്ങനെ വിളിക്കലില്ലല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. പിന്നെ ബിഗ് ബോസ് പോലൊരു ഷോയിൽ പോയാലും വന്നാലും അതിൻ്റെ നേട്ടം ആൻഡ് നഷ്ടം എല്ലാം എൻ്റെ പേഴ്സണൽ അല്ലേ മാൻ? യെസ്, ഡെഫിനറ്റ്ലി പേഴ്സണൽ തന്നെയാണ്. പിന്നെ നിൻ്റെ ഔദാര്യം വേണമല്ലോ. എൻ്റെ ഔദാര്യം, എൻ്റെ പൊന്നു ചങ്ങായി, നമ്മളൊക്കെ ചെറിയ ആൾക്കാർ, നമ്മളെ ഔദാര്യം ഒന്നും ഈ പറയല്ലേ. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ വലുതാക്കല്ലേ. പക്ഷേ എൻ്റെ ഔദാര്യം വേണ്ട. പക്ഷേ ഈ കണ്ട വീഡിയോസൊക്കെ ചെയ്ത് എത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതിൽ ഇന്ന ഈ കണക്ക് കൂട്ടണ്ട. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാരും അതിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വീഡിയോ കണ്ടതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പൊന്തി വരുന്നത്. മനസ്സിലായോ? അതേപോലെ ആ ഒരു സിറ്റുവേഷനിലാണ് ഈയും പൊന്തി പോയിട്ടുള്ളത്. അത് മാത്രമേ പറയാനുള്ളൂ. ഔദാര്യം എൻ്റെ ഔദാര്യം എന്തായാലും വേണ്ട. അതെന്തായിക്കോട്ടെ, നമ്മളെ കണക്കാക്കേ വേണ്ട, നമ്മളത് വിട്ടള. പക്ഷെ എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ ഈ മലന്ന് കിടന്ന് തുപ്പണ പരിപാടി അത് എടുക്കരുത്. എടുത്തോട്ട് എടുക്കണ്ടെന്നെല്ലാം പറഞ്ഞത്. പക്ഷേ അങ്ങനെ തോന്നണേ, നിൻ്റെ ഔദാര്യം വേണമല്ലോ എനിക്ക് പൊങ്ങി വരാൻ. വേണ്ട, നീ പൊങ്ങി പോയിട്ട് ഉടക്കാച്ചാൽ. എൻ്റെ വീഡിയോ നിനക്ക് വ്യൂസ് റൈസ് ഓക്കെ. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട കുട്ട. ഓ കുട്ട, പൊന്നു മോനെ, അതിൽ ഞാൻ വീണു കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നത്. പക്ഷെ എന്നാൽ ആ കുട്ട എന്നുള്ള വിളി ഇവിടെ തട്ടി. എന്താ പറയാൻ കാരണം അറിയാം? കുട്ട എന്നുള്ളത് നമ്മൾ വിളിക്കുന്ന പേരായതുകൊണ്ടല്ല കേട്ടോ. ഈയിടെ കുട്ടിയെ 40-40 വയസ്സ് കഴിഞ്ഞില്ലേ, ആ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷനിലൊരു അമ്മാവൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്ന സിറ്റുവേഷനിൽ പിന്നെ 10-30 താഴെയുള്ള ഒരു ചെക്കൻ വന്നിട്ട് കുട്ട എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമായി. അപ്പോൾ എല്ലാ പരിപാടിയും അവിടെ വിട്ട് നമ്മൾ ആളായി. നമ്മളെ എന്താ പറയുക, കീലേരി അച്ചുവിൽ മറ്റേ സിനിമ ചോദിച്ചാൽ ഞങ്ങളോട് കളിക്കാൻ ആരുണ്ടടാഴ്ച സിറ്റുവേഷനായി. കുട്ട എന്നുള്ള വിളി അത് ഭയങ്കര രസമായിട്ടോ. പോട്ടെ, വിളിച്ചോ എന്താ വിളിച്ചോ, കുഴപ്പമില്ല. എനിക്ക് ഒരാൾ പോലും സപ്പോർട്ട് വേണ്ട, നിനക്ക് ചിലപ്പോൾ വേണം എന്ന മൈൻഡാകും. ഡെഫിനറ്റ്ലി ഏജൻറ്റ്. അതെന്തായാലും
നിനക്ക് വേണ്ട ഈ ഏകദേശം എൻ്റെ ബോഡി ലാംഗ്വേജ് എൻ്റെ സംസാരം കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എനിക്ക് ആരെയും വേണ്ട എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണം കേട്ടോ. എനിക്കല്ല അതേപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വരുന്നവരോട് ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയണം ഈ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആവണം ഓൻ്റെ ആറ്റിറ്റ്യൂഡ് ആവണമെന്ന് പറയല്ല. പക്ഷേ ആൾക്കാർ വേണം നമുക്ക് കേട്ടോ. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്, നമ്മൾ മലന്ന് കിടന്ന് തുപ്പരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ആൾക്കാർ പഠിച്ചു വരുന്ന സംഭവമാണ്. നമുക്ക് വേണം ആൾക്കാർ കേട്ടോ, സപ്പോർട്ട് വേണം. എനിക്ക് ഒരാൾ പോലും സപ്പോർട്ട് വേണ്ട. പക്ഷെ ചിലപ്പോൾ മെൻറ്റാലിറ്റി ഇങ്ങനെ ആയിരിക്കും, ആരും സപ്പോർട്ട് വേണ്ട, എന്ത് വീഡിയോ ഇട്ടാൽ ആര് തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വ്യൂസും കിട്ടി മോളിക്ക് അങ്ങനെ പോയി അതായത് ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അല്ലാത്തവർക്ക് ഈ ഒരു ഇതായിരിക്കും തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ചിലപ്പോൾ വേണമെന്ന മൈൻഡ്. ഞാൻ ഗാലറി നോക്കിയല്ല വീഡിയോ ചെയ്ത്, എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. അത് നല്ല കാര്യം തന്നെ, അങ്ങനെ തന്നെ വേണ്ട. ഗാലറി നോക്കി ചെയ്യേണ്ട, ആരും ഇവിടെ ഗാലറി നോക്കി ചെയ്യണമെന്നില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പേഴ്സ്പെക്റ്റീവിൽ തന്നെ അത് എന്താ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഇടുന്ന സമയത്ത് ഈ പറയുമ്പോൾ തന്നെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. കാരണം ചിന്താഗതി അങ്ങനെയാണ്. ആ കുട്ടീനെ, ആ ചെറിയ പെൺകുട്ടീനെ ഇപ്പോൾ ഇവരുടെ ആ ഫാമിലീൻ്റെ സിറ്റുവേഷൻ ഈ രീതിയിൽ വളച്ചൊടിക്കുന്നത് എന്ത് പേഴ്സ്പെക്റ്റീവായിൽ ഒരാൾക്കും ഇല്ലാത്ത പേഴ്സ്പെക്റ്റീവാണത്. അതെന്താണെന്നുള്ള ഒരു വിധം എല്ലാവർക്കും മനസ്സിലാക്കണം. അപ്പോൾ കീപ് ഡൂയിങ് ആൻഡ് ക്രിട്ടിസൈസിങ് മീ. റൈസിൻ്റെ ചിഹ്നമുണ്ട്. എല്ലാവരും പറയണം അത് എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇത് ചെയ്താലേ വ്യൂസ് ഉള്ളൂ എന്ന് പറഞ്ഞാവുമ്പോൾ ഉണ്ട് ചിരിക്കും. റിമെമ്പർ ദ വേർഡ്സ്. എന്താ സംഭവം അറിയോ? ഞാൻ ഈ ചങ്ങായിനോട് പണ്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ റിയാക്ഷൻ ചാനൽ ഇഷ്ടമല്ല. ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇവനോട് പേഴ്സണലി ഞാൻ ഇവനോട് പണ്ട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് റിയാക്ഷൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ റിയാക്ഷൻ എന്താ പറയുക സബ്ജക്റ്റിനാണ് വ്യൂസ് ഉള്ളത്. അത് ആക്സെപ്റ്റ് ചെയ്ത ട്രൂത്താണ്. ഞാൻ മാത്രമല്ല ഒരുപാട് പേര്. അതിലെന്താ ഞാൻ ആ തുറന്ന് പറയണത്, എനിക്ക് എന്താ പ്രശ്നമുള്ളത്? എന്നെ സംബന്ധിച്ച് ഇതിലേറെ കൂടുതൽ ഇഷ്ടം വ്ളോഗ്, കാര്യങ്ങൾ, ബൈക്ക് റിലേറ്റഡ് വീഡിയോ അങ്ങനത്തെ ഒക്കെ ചെയ്യാനാണ്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അതാ, ഗോപ്രോ മച്ചാന്നാണ് പേരിട്ടിരിക്കുന്നത്. എൻ്റെ പേരിട്ടല്ല, ഞാൻ ആ ക്യാമറ ഗോപ്രോ വാങ്ങിയിട്ട് മോട്ടോ വ്ളോഗിങ്ങും ചാനൽ ഇതും ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നു. അതാണ് ഈ റിയാക്ഷൻ വീഡിയോക്ക് എത്തിയത്. ആ റിയാക്ഷൻ വീഡിയോയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം യൂട്യൂബിൽ ചാരിറ്റിക്ക് ആരെങ്കിലും പണിയെടുക്കേണ്ട കുട്ടിയെ അതിങ്ങനെ ഏത് നേരം പറയണോ? ഞാൻ റൈസിന് വേണ്ടിയിട്ടാണ്, ചോറിന് വേണ്ടിയിട്ടാണ്, ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്, മട്ടൻ കുറുമയെന്ന് ആരെയും പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ വീഡിയോ ചെയ്യുന്ന ആരെ ചാരിറ്റിക്ക് ചെയ്യുന്നത്? അണ്ടർസ്റ്റുഡ് സാധനമല്ലേ? ഇതിങ്ങനെ പിന്നെയും റൈസ് ഇട്ടുന്ന ആൾക്കാർക്ക് കേട്ട് മടുത്തിട്ടുണ്ട്. ഒരാളിത് റൈസ് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മുഴുവനും ഇത് ആ ഒരു ഇത് വന്നു തുടങ്ങിയിരുന്നു. അത് അണ്ടർസ്റ്റുഡാണ്, റൈസിന് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരും ചാരിറ്റിക്ക് നമ്മുടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ റിമെമ്പർ ദ വേർഡ്സ്. ഡെഫിനറ്റ്ലി യെസ്. യു കീപ് ഡൂയിങ് മാൻ, ഐ ഹാവ് സീറോ ഇൻടോളറൻസ് ടുവേർഡ്സ് യു ബിക്കോസ് റൈസ് മുഖ്യം ബിഗിലെ. നല്ല കാര്യം, ഇത് ചെയ്തോളാൻ, മുന്നോട്ട് പോയിക്കോളാൻ. പക്ഷെ അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സീറോ ഇൻടോളറൻസ് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഇതിനകത്ത് മറ്റേട്ട കമൻറ്റ് അതൊക്കെ പറയുമ്പോൾ അപ്പോൾ രണ്ടും കൂടെ ഉണ്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒക്കണില്ല രണ്ടും കൂടി. സീറോ ഇൻടോളറൻസ് പറയും ചെയ്യും, അതുപോലെ കമൻറ്റും ചെയ്യാറുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഈ കമൻറ്റ് ഞാൻ വായിക്കാൻ കാരണം ഇതിന് മറുപടിയായിട്ട് കുക്കു ഇതിനിടയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മിസ്റ്റർ സായി കൃഷ്ണ ബ്രോ, നിങ്ങൾക്ക് എന്താണ് ബ്രോ പറയുന്നത്? നിങ്ങളും സെയിം കാര്യമല്ലേ ചെയ്യുന്നത്? റൈസേ ചെയ്യുന്നേ. അമൃത ചേച്ചിയുടെയും കൊച്ചിൻ്റെയും വീഡിയോ എടുത്ത് ചേട്ടൻ്റെ വ്യൂ റൈസ് സെറ്റാക്കുന്നു അല്ലേ? പക്ഷേ ചെയ്യുന്ന തൊഴിലിനോട് നേരും നെറിയും വേണം ബ്രോ. പക്ക ഡബിൾ സ്റ്റാൻഡ് ആണ്. ഒരാൾ പറയുവാണ്, അത് അവരുടെ തോന്നൽ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന്. സത്യം ഞാനും അതേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവരും പറയുന്നു ഡബിൾ സ്റ്റാൻഡ് ആണെന്നുള്ളത്. നേരെ നിന്ന് സംസാരിക്കും ബ്രോ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിൽ കുറ്റം പറയുന്ന ആളാണ് ബ്രോ. സീരിയസ്ലി ഇതാണ് എൻ്റെ പ്രശ്നമേ. എൻ്റെ പ്രശ്നം കേട്ടോ, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഒരു അമ്മ ഈ കാലത്ത് സ്വന്തം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ ഏത് അറ്റം വരെ പോവുക, അങ്ങനത്തെ അച്ഛന്മാരും അമ്മമാർ ഈ ലോകത്തുണ്ട്. അങ്ങനെ ഉണ്ട്, കണ്ണ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ, സിറ്റുവേഷൻ വരാൻ, മാനസികമല്ല ചെറിയ ഒരു സ്വന്തം കുട്ടറ മേലൊരു തുള്ളി മുള്ളുത്തിയാൽ തന്നെ വിഷമിക്കുന്ന അച്ഛനമ്മമാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതുപോലുള്ള സൈബർ ബുള്ളിങ് പരിപാടിയും മണ്ണാങ്കട്ടും കാലങ്ങളായിട്ട് കിട്ടി, അവനാണ് കിട്ടി പണ്ടാറടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കുട്ടിയിലേക്കും കൂടി വരുന്ന സമയത്ത് അവർ റിട്ടാലിയേറ്റ് ചെയ്തത് എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല ഇതിൽ. ആ കുടുംബത്തിന് ഒരുത്തനായി തെറ്റ് പറയുന്നുണ്ടെങ്കിൽ പറയല്ലേ 99.9% ഫ്ലഷ് അടിച്ച് പോകുന്ന ലാസ്റ്റ് പോകാത്ത കീടാണുക്കളാണ് മാത്രമാണ് പറയുന്നത്. ഇത് പറയാതെ വയ്യ. കാരണം എന്താ അറിയോ, ഇത് ശരിയല്ല. ആ പറഞ്ഞ കാര്യം ശരിയല്ല. കാരണം എന്താ വെച്ചാൽ സ്വന്തം മക്കളെ തന്തിയും തള്ളിയും പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെ നോക്കുക? അച്ഛനില്ലാന്ന് വിചാരിക്കുക. അമ്മ ആ കുട്ടിയുടെ അമ്മ ആ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവരിതൊന്നും ചെയ്താൽ പോരാ, അത്രേ പറയാനുള്ളൂ. ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾ സത്യം മാത്രം
സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ആ സത്യം ഞങ്ങളുടെ ഭാഗത്താണ്. തെളിവുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്. തെളിവുള്ളത് കൊണ്ടാണ് ഇത്രയും ധൈര്യമായി പറയുന്നത്. എല്ലാവരെയും എല്ലാം എണ്ണി പറയും, എല്ലാം പുറത്തു വരും. ഇതെന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കേസിൽ ആ കുക്കു ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ നല്ലൊരു പോർഷൻ്റെ റിയാക്ട് ചെയ്ത അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന റീച്ചുള്ള അക്കൗണ്ടുകൾ റിയാക്ട് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. ആ ഒരു ഇതും കൂടി നോക്കണ്ടേ? ചില കേസ് വന്നു കഴിഞ്ഞാൽ റീച്ചുള്ള അക്കൗണ്ടുകൾ റിയാക്ട് ചെയ്ത് അതാണ് അതിൻ്റെ ആ ഒരു സംഗതി. ശരിയാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ചെറിയ ചാനലുകൾക്കും അതെ പിന്നെ മുന്നോട്ട് പൊന്തി പോവുക, നല്ല കാര്യമാണ്, നല്ല റീച്ച്. അതേപോലെ ഓൺ ദ സെയിം ടൈം ദിസ് അതർ തിങ്, നല്ല റീച്ചുള്ള ഒരു അക്കൗണ്ട് ഒരു കാര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ആൾക്കാരിലേക്ക് അത് എത്തും. ഇത് എത്തിക്കാതിരിക്കുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ വിഷയം തുടർന്നുകരിക്കണം. ഇതിന് ആദ്യത്തെ ഭാഗം മാത്രം എടുത്തിട്ട് അവസാനത്തെ ഭാഗം ഒഴിവാക്കി. അതാണ് ഇവരും പറഞ്ഞിട്ടുള്ളത്. വാട്ട് എവർ, ആ ഒരു സംഭവം ഇതോടോട് തീർന്നു വിചാരിക്കുന്നു. ഇനി മറുപടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി കമൻറ്റും വരും. ഇനി ഇതിന് വല്ല കമൻറ്റ് ഇടുമെന്നറിയില്ല. വാട്ട് എവർ, ആ പ്രശ്നം ഇവിടെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അഭിരാമി സുരേഷിൻ്റെ പേജിൽ നിങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ വിജിരാജ് അഞ്ചൽ 39 യൂട്യൂബർ ഫോർ ദി ഹാംഫുൾ കണ്ടൻറ്റ് ഹി ഹസ് ഷെയർഡ്. അവർ അമ്മേനെ 60 വയസ്സിന് മേലെയുള്ള അമ്മേനെ ഡിഫെയിം ചെയ്തു എന്നുള്ള പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വിജിരാജ് അഞ്ചലിനെതിരെ കേസ്. രണ്ടാമത് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് അനന്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഫേസ്ബുക്കിലുള്ള കമൻസ്. ആ കമൻറ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. വിജയരാജഞ്ചലിൻ്റെ കുട്ടികൾക്ക് ഓർമ്മശക്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം. പിന്നെ രണ്ടാമത് അമൃതാസ് ഫാൾസ്ഹുഡ് ആക്ടർ ബാല അമൃത ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ഗോപി സുന്ദറിൻ്റെ ഇതും എന്തൊക്കെയോ ഇതൊക്കെ പാടെ കൊടുന്നിട്ടിട്ട് തമ്മിൽ യാസ് ആനന്ദ് കൃഷ്ണൻ അഡ്വർടൈസിങ് പ്രൊഫഷണൽ സ്ക്രീനിൽ കാണുന്ന ആൾ ഈ ചങ്ങായിക്കെതിരെ. പിന്നെ അമൃത, ഒരാൾ പാവമായ എല്ലാവരെയും മുതലെടുക്കും, തൻ്റെ കേസിൽ അതാണ് സംഭവിക്കുന്നത്, വിഷം ഒരു തുള്ളി മതി, അതാണ് നിങ്ങളുടെ വീട്ടിലെ അഭിരാമിന്ന്. അഭിരാമിയുടെ കാമകൃഷിക്ക് വിത്ത് പാകാൻ മാത്രമുള്ള വിളനിലമാണ് അമൃത. എന്തൊക്കെയാ കാരണം. വളരെ നന്നായുള്ളൂ കേസെടുത്ത്. ബാലയെ ശത്രുവായി കാണാതെ കൂളായി മാറ്റി നിർത്തി ഹാൻഡിൽ ചെയ്യുമെന്ന്. എൻ്റെ പൊന്നെ അങ്ങ് അയ്യൊന്ന് ചെന്ന് പറഞ്ഞു. ഉപദേശം ടീംസ് ഉണ്ടല്ലോ. എന്താണെങ്കിലും ഇവനെതിരെ കേസെടുത്തു പറഞ്ഞിട്ടൊരു സംഗതി കണ്ടു. പിന്നുള്ളത് വേറൊരു കേസും കൂടി കണ്ടത്. യെസ് റിതുൽ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഡിഫെയിം ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ്. എനിക്ക് ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വായിക്കാൻ വയ്യ, ഇത് ഉള്ളതെറിയാം, വായിക്കാൻ വയ്യ. റിതുൽ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കെതിരെയും കൂടി ഇവർ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സംഭവം. അപ്പോൾ ഇതോടുകൂടി എനിക്ക് തോന്നുന്നു ഈ വിഷയം നമ്മൾ വിടുകയാണ്. ഇനി ഇതിൽ കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. നമുക്ക് ഇതേ പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ ചെയ്യും. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഇതെൻ്റെ ഇനിയിപ്പോൾ നമ്മൾ റൈസിൻ്റെ കാര്യം പറയാം. മറ്റേ ചങ്ങായി പറഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞില്ല, ഈ ചാനൽ ഗോപ്രോ റിയാക്ട്സ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു ബോധപൂർവ്വം തന്നെ. ഞാൻ ഇതും ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല. സോറി കേട്ടോ, ബോറടിപ്പിക്കാൻ ക്ഷമിക്കണം. സംഭവം എന്താ പറയുക, ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഈ ക്രൈം ഡിറ്റക്റ്റീവ് സ്റ്റോറിയും പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. അതാകുമ്പോൾ വെച്ചാൽ മാനസിക ടെൻഷൻ ഇല്ല. ഇന്നൊരു കണ്ടൻറ്റ് വേണം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഈ ഇത് വന്നല്ലോ, ഈ വീഡിയോ ടോപ്പിക്ക് വന്നല്ലോ, എനിക്കാണെങ്കിൽ ജോലിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാനും പറ്റില്ല, അയ്യോ ഈ കണ്ടൻറ്റ് വന്നല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ മാനസിക പ്രശ്നത്തെ ഒഴിവാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ തീരുമാനിച്ചു വേറെ എന്തെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അറിയോ ഒരു വീഡിയോ ഒരു ദിവസം വിടാന്നുള്ളൊരു കണ്ടീഷനിൽ അങ്ങനെ നിർത്തി. അങ്ങനെയാണ് ആ ചാനൽ മറ്റേത് തുടങ്ങിയത്, സ്റ്റോറി ടെല്ലിങ് ഗോപ്രോ ചാനൽ തുടങ്ങി. നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. ക്രൈം സ്റ്റോറിയൊക്കെ കേട്ട സ്റ്റോറിയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അത് നമ്മളെ ഒരു വർത്തമാനത്തിലൂടെ പറയുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഗോപ്രോ റിയാക്സ് എന്ന ചാനൽ പഴയ പോലെ കാണുന്ന അല്ലാതെ നിങ്ങൾ ഗോപ്രോ റിയാക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് നിങ്ങൾ വേണം, അത് ഡെഫിനറ്റ്ലി. നമുക്ക് എന്തായാലും നിങ്ങൾ ഏത് കാലമായാലും എവിടെ എത്തിയാലും ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ കേൽബ്രോ ബിജു ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ആൾ നമ്മളോടത്തെ. മൂപ്പരെ കേസ് എടുത്ത് നോക്കിയാലും മൂപ്പർക്ക് ഇന്നും അതെ ആ എളിമയും പരിപാടി ഉണ്ട്. അയാൾക്കും ഇന്ന് എല്ലാവരും വേണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് എനിക്കിനി ആരെയും വേണ്ടാറിന് നടക്കുന്ന സ്വഭാവം നമുക്കില്ല. നമുക്ക് എല്ലാവരും വേണം. നിങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വളർച്ചയ്ക്ക് ഒരു ഇതില്ല, എന്താ പറയുക, നമ്മളൊരു വളർച്ച അല്ല, നമ്മൾ മുന്നോട്ട് പോകുന്നതിന് നമുക്കൊരു ലിമിറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും പരിപാടിയും കാര്യങ്ങളായിട്ട് കാണാം. ഇനി ഇതിൻ്റെ പുറകെ കമൻറ്റും പരിപാടിയായിട്ട് ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് തന്നെ ഉദ്ദേശിച്ചത് ഒരു ഏജൻസി എന്ന് പറഞ്ഞ പ്രയോഗമാണ് പാകപാളിയത്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടിപൊളിയായിട്ടിരിക്കും എല്ലാവരും.